എസ്കേപ്പിസം ഈസ് നോട്ട് ഹീറോയിസം എന്നീ കപ്പിലൊന്ന് എഴുതിയതിനെ കൊള്ളാമായിരുന്നു ലേഡി. ഇത് നമ്മുടെ റോബിൻ ക്ലെയർ ആണല്ലോ. തനിക്കെന്താണ് അച്ഛന്മാരോട് ഇത്ര കലിപ്പ്? ഒരു പണിയെടുക്കാതെ സുഖിച്ച് ജീവിക്കാനാണ് ഇവരൊക്കെ കത്തനാരുമാരാകുന്നത്. ഇതൊക്കെ ഒരുതരം രക്ഷപ്പെടലാണ്, ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളുള്ള ഒരുതരം ഒളിച്ചോട്ടം. അച്ഛനായാൽ പിന്നെ പ്രായം ചെന്ന അപ്പനെയും അമ്മയെയും നോക്കണ്ട, കുടുംബമില്ല, കുട്ടികളില്ല, ജോലിയുടെ സ്ട്രെസ് ഇല്ല, ഫ്രീ ബേർഡായി അടിച്ചു പൊളിച്ച് നടന്നാ പോരെ. അല്ലേടാ റോബിനെ? എൻ്റെ കുടുംബം ഞാൻ ഉപേക്ഷിക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഞാൻ എങ്ങോട്ട് ഒളിച്ചോടി പോകുന്നില്ല. മറിച്ച് ഞാൻ ഒരു വൈദികനാകുമ്പോൾ എൻ്റെ കുടുംബം കൂടുതൽ വിശാലമാവുകയാണ് ചെയ്യുന്നത്. When I become a priest, the walls of my house will go wider and wider. The roof of my house will go higher and higher. കുട്ടിക്കാലം മുതലേ എനിക്ക് വൈദിക ജീവിതത്തിനോട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ തിരുശരീരങ്ങൾ എടുത്തുയർത്താനുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് തീർച്ചയായിട്ടും വൈദിക ജീവിതത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചതും. പക്ഷേ ഈ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ 2005 മുതൽ 2007 വരെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം പഠിച്ചിരുന്നവർ, ഗാർഡൻ സിറ്റി കോളേജിൽ പഠിച്ചിരുന്നവർക്കൊക്കെ ഒരു ജോലി എന്ന് പറയുന്നത് അവിടെ സ്വപ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു IT കമ്പനികളൊക്കെ ബൂം ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു 2005 അല്ലെങ്കിൽ 2002 മുതൽ 2005 വരെയുള്ള കാലഘട്ടം. അപ്പോൾ 2005 ഞാൻ BCA കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻ്റർവ്യൂയിലൂടെ എല്ലാവരും സ്വപ്നം കണ്ടിരുന്ന ആ ജോലി എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമായിരുന്നു. റോബിനെ, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് ആ ജോലി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും അപ്പോൾ അതൊരു സംതൃപ്തിയായിരുന്നു. കാരണം തീർച്ചയായിട്ടും എല്ലാവരും ആസ്പയർ ചെയ്യുന്നൊരു ജോലി അത് കിട്ടാനായിട്ട് സാധിച്ചു. 2005 മുതൽ 2007 വരെ അങ്ങനെ അക്സെഞ്ചർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ സോഫ്റ്റ്വെയർ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഞാൻ ജോലി ചെയ്തു. തീർച്ചയായിട്ടും ഒരു പ്രത്യേക ലൈഫായിരുന്നു. അതായത് ഹാൻഡ്സ് ഫുൾ ഓഫ് മണി, ലൈഫ് ഫുൾ ഓഫ് ചോക്സ്, അങ്ങനെ യുവത്വം സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ്. പക്ഷേ ആ ജോലി ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഈ ഒഴുക്കിൻ്റെ ഒപ്പം മുമ്പോട്ട് പോകുമ്പോഴും എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത, ഒരു എംപ്റ്റിനെസ് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വൈദികനാകണം, ദൈവത്തിന് വേണ്ടി എന്നെ തന്നെ സ്വയം സമർപ്പിച്ച് ജീവിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ഒരു പക്ഷേ അന്ന് ആ 2 വർഷക്കാലത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഈ എംപ്റ്റിനെസ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, എന്താണ് കാരണം? ആ പ്രായത്തിലുള്ളൊരു വ്യക്തിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. നല്ല ജോലി, നല്ല ശമ്പളം, കൂട്ടുകാർ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു. അതിന് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു ഉത്തരവുണ്ടായിരുന്നു. കാരണം എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഉൾവിളി, ഒരു ലോങ്ങിങ് എന്ന് പറയുന്നത് കർത്താവിനെ പിൻചെന്ന് ജീവിക്കുക, കർത്താവിൻ്റെ പുരോഹിതനായി മാറുക, കർത്താവിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്, ഒരു ലോങ്ങിങ് ആണ് എന്നിലുണ്ടായിരുന്നത്. പക്ഷേ ആ വഴിക്ക് പോകാതെ ലോകം കാട്ടിത്തരുന്ന ആ വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 വഴികൾ തമ്മിലുള്ള അന്തരം, അതായിരിക്കണം ഒരുപക്ഷെ എൻ്റെ ശൂന്യതയുടെ കാരണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് 2007 അവസാനത്തിൽ ദൈവം നൽകുന്ന പ്രത്യേക ചില ജീവിതാനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനമെടുക്കുക, എല്ലാം വിട്ടെറിഞ്ഞ് വീണ്ടും കർത്താവിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, കുട്ടിക്കാലം മുതലേ വൈദിക ജീവിതത്തിനെ കുറിച്ച് സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്രയും വൈകി സെമിനാരിയിലേക്ക് ചേരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ചേട്ടനാണുള്ളത്. പപ്പ, മമ്മി, ഒരു ചേട്ടൻ. ഞങ്ങൾ തമ്മിൽ 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. 10ൽ പഠിക്കുമ്പോൾ ചേട്ടൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ തുടങ്ങി. ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്താകണം അല്ലെങ്കിൽ എന്തിന് തുടർന്ന് പഠിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു വീട്ടിൽ അച്ഛനാകണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ പപ്പ അത് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുത്തു എന്ന് എനിക്ക് അറിയില്ല. മമ്മിക്ക് കുഴപ്പമില്ലായിരുന്നു, സന്തോഷമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് ഇങ്ങനെ ഭംഗിയായിട്ട് എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയം വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫിനാൻഷ്യലി അത്ര സൗണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനല്ല.
അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും പപ്പയെ സംബന്ധിച്ചിടത്തോളം 2 മക്കൾ ആൺകുട്ടികളാണ്. അവരെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്നെക്കുറിച്ചും പപ്പയ്ക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം പഠിക്കാനായിട്ടൊക്കെ ദൈവം കഴിവ് തന്ന കാരണം എനിക്ക് തോന്നുന്നു ആ രീതിയിലൊക്കെ പപ്പ ചിന്തിച്ചിരുന്നിരിക്കണം. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ശക്തമായിട്ട് ഈ ആഗ്രഹം വീട്ടിൽ പറഞ്ഞു. പക്ഷെ പപ്പ ഒന്ന് പിൻവലിഞ്ഞു. പപ്പ അതിനോടൊന്നും പിന്നെ പ്രതികരിച്ചില്ല. ഒരാഴ്ചയിലെ സത്യദീപം എടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വരപ്രസാദനാഥയുടെ ഷെൻസ്റ്റാഡ് രാജ്ഞിയുടെ ഷെൻസ്റ്റാഡ് സഭയുടെ ഒരു ചെറിയ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണുകയാണ്. എനിക്ക് പരിശുദ്ധ അമ്മയുടെ പിക്ചർ വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അമ്മ ഈശോയെ കൈകളിലെടുത്ത് നിൽക്കുന്ന ആ ചിത്രം ഒത്തിരി അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി ഇത് തന്നെയാണല്ലോ എന്നൊരു ചിന്ത. പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ, ജീവിതത്തിൻ്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അത് തന്നെയാണ് എന്ന് തോന്നുന്നു ഒരു ഉൾവിളി. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഞാൻ ഇല്ലൻ്റെ അടുത്ത്, അന്ന് ഇല്ലൻ്റാണല്ലോ, ഇല്ലൻ്റിൽ ഞാൻ കത്തെഴുതിയതിൻ്റെ 2ാമത്തെ ദിവസം ആലുവ ഹൗസിൽ നിന്നും, ഞങ്ങളുടെ ഷെൻസ്റ്റാഡ് സ്റ്റഡി ഹൗസിൽ നിന്നും അന്ന് റീജൻസി ചെയ്തുകൊണ്ടിരുന്ന ബ്രദർ ജോയ് പുതുശ്ശേരി എന്ന അദ്ദേഹം അച്ഛനാണ്, കെവിൻ്റെ റെക്ടറാണ്. അദ്ദേഹം അന്ന് രാത്രി തന്നെ എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മമ്മിയും ഞാനും, ചേട്ടൻ ഏത് ബന്ധു വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. പപ്പ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ അന്ന് ബ്രദർ വളരെ രസകരമൊക്കെ ആയിട്ട് സംസാരിച്ചു കോൺഗ്രിഗേഷനെ കുറിച്ചൊക്കെ. അന്ന് നമുക്ക് പോയാലോ, ഇന്ന് രാത്രി തന്നെ പോയാലോ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു കുഴപ്പമില്ല, പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അന്ന് തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോന്നു. പക്ഷെ അന്ന് രാത്രി പപ്പ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മമ്മിയുടെ അടുത്ത് ഒരല്പം ദേഷ്യത്തോടെ സംസാരിച്ചു. കാരണം അറിയാത്ത ഒരു വ്യക്തിയുടെ കൂടെ കുട്ടിയെ നീ പറഞ്ഞു വിട്ടത് എന്താ എന്നൊക്കെ ചോദിച്ചൊന്ന് ആൾ ദേഷ്യപ്പെട്ടു. അന്ന് രാത്രി ഞാൻ ആലുവ ഹൗസിൽ വന്ന് സഭയെ എനിക്ക് പരിചയപ്പെടുത്തി ജോയിച്ചൻ. പിറ്റേ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങനെ ഷെൻസ്റ്റാഡ് സഭയെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അന്ന് എനിക്ക് നൽകി. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ ആ സമയമാണ്. അങ്ങനെ ഡേറ്റൊക്കെ തീരുമാനിച്ചു, സെമിനാരിൽ ചേരാനുള്ള ഡേറ്റൊക്കെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ 1999 SSLC കഴിഞ്ഞ് ഞാൻ ഷെൻസ്റ്റാഡ് സഭയിൽ ജോയിൻ ചെയ്യുകയാണ്. ഈ ആദ്യകാലത്ത് എനിക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിടുന്നതിന്. കാരണം എൻ്റെ വീടിൻ്റെ ബുദ്ധിമുട്ടും സാമ്പത്തിക ഇതൊക്കെ ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ചെറിയ ഇത് തോന്നിയത്. പിന്നീട് ആൾ പോയി കഴിഞ്ഞ് വൈദികനായി പോയി കഴിഞ്ഞപ്പോൾ ആയി വന്നപ്പോഴേക്കും ദൈവത്തിൻ്റെ പരിപാലന വളരെ കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അവൻ്റെ ജ്യേഷ്ഠനിൽ കൂടിയാണ് അത് അനുഭവപ്പെട്ടത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു മക്കൾക്ക് എന്തെങ്കിലും ഒരു ദൈവവിളി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണമായിട്ട് അത് സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദൈവം വേറെ വഴിക്ക്, ദൈവത്തിൻ്റെ പരിപാലന വേറൊരു വഴിക്ക് ശക്തമായിട്ട് നമ്മൾക്ക് ലഭിക്കും. അത് പണ്ടത്തേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 2000 അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ +1 പഠിക്കാനായിട്ട് ആരംഭിക്കുന്നു. +1 തീർച്ചയായിട്ടും എൻ്റെ ബാച്ചിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ 7 പേരോ മറ്റോ ആയിരുന്നു. 7 പേരിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന 6 പേര് അവിടെ CMAക്കാർ നടത്തുന്ന ഒരു ട്യൂട്ടോറിയൽ കോളേജിലായിരുന്നു അവർ പോയത്. ഞാൻ അവിടെ RMHSS എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിൽ, ഗവൺമെൻറ്റല്ല എയ്ഡഡ് സ്കൂളിൽ +2 പോയി. അപ്പോൾ സയൻസ് ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബാച്ചിൻ്റെയും എൻ്റെയും ടൈം ടേബിളിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു മൺഡേ ടു ഫ്രൈഡേ 9 മണി മുതൽ 12 മണി വരെ ആയിരുന്നു. സെമിനാരിൽ നിന്ന് പുറത്ത് പോയി അവർ പഠിക്കുകയായിരുന്നു. സെമിനാറിൽ താമസം, +1 പുറത്ത് പോയി കോളേജിൽ, CMAക്കാരുടെ കോളേജിൽ പഠിക്കുകയായിരുന്നു. ഞാൻ അവിടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ടൈം ടേബിളിൽ കാര്യമായൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൺഡേ ടു സാറ്റർഡേ 9 to 4 ആയിരുന്നു. അപ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം സയൻസ് ആയ കാരണം ഞാൻ സയൻസ്
+2 അടുത്തായിരുന്നു പഠിച്ചത്. പക്ഷേ സയൻസ് പഠിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി സമയം നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഇയർ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. ഫസ്റ്റ് ഇയർ നമുക്ക് ലാബോ റെക്കോർഡ്സോ ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട്. സെക്കൻഡ് ഇയർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ലാബായി, പ്രാക്ടിക്കൽസായി, റെക്കോർഡ്സ് വരയ്ക്കേണ്ടതായി. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിന് ഇടയ്ക്ക് ഞങ്ങൾ അച്ഛന്മാർ ചെന്ന് കാണണം, അങ്ങനെ ഒരു ശൈലി ഉണ്ടല്ലോ, ഒരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡയറക്ടർ അവിടെ ചെന്ന് ടീച്ചേഴ്സ് സെക്കൻഡ് ഇയർ തുടങ്ങുന്ന സമയത്ത് ചെന്ന് കണ്ടപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി ഉണ്ടായി. ഫസ്റ്റ് ഇയർ വലിയ കുഴപ്പമില്ലാതൊക്കെ പഠിച്ചിരുന്നവനാണ് റോബിൻ, ഇപ്പോൾ എന്ത് സംഭവിച്ചു, റെക്കോർഡ്സ് പറഞ്ഞ പോലെ ഒന്നും വരച്ചുകൊണ്ട് വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഒരാഗ്രഹമായിരുന്നു അറ്റ്ലീസ്റ്റ് പഠിക്കാനായിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും, ഒരു റെക്കോർഡ്സുകളൊക്കെ വരയ്ക്കേണ്ട സമയങ്ങളിൽ 4 മണിക്കൂറെങ്കിലും ഒരു ദിവസം കിട്ടണം എന്നുള്ളൊരിത്. അപ്പോൾ അങ്ങനെ ടൈം ടേബിളിലൊരു വ്യത്യാസവും അല്ലെങ്കിൽ പഠിക്കാൻ ഉള്ള സമയത്തിലുള്ള വ്യത്യാസവും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും അവസാനം ഞാനും റെക്ട്രേഷനും തമ്മിലൊരു കൺക്ലൂഷനിലേക്ക് വരാണ്. സെക്കൻഡ് ഇയർ വീട്ടിൽ പോയി നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം, അതായിരിക്കും കുറച്ചുകൂടിയും സൗകര്യം. അല്ലെങ്കിൽ സെമിനാരിയിൽ കൂടുതൽ സമയം അലോട്ട് ചെയ്ത് അറ്റ്മോസ്ഫിയറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനൊക്കെ നല്ലത് എനിക്ക് തോന്നി വീട്ടിൽ പോയി കംപ്ലീറ്റ് ചെയ്താൻ. അങ്ങനെ റെക്ടറിൻ്റെ അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ 1 വർഷം വീട്ടിൽ പോയി പഠിച്ച് തിരിച്ചു വരുമ്പോൾ റെക്ടർ മാറിയിരുന്നു ഓൾറെഡി. പുതിയ റെക്ടർ പറഞ്ഞു, ഇനി നീ റീജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 10th കഴിഞ്ഞ് വരുന്നവരോടൊപ്പം പഠിക്കണം, 1 വർഷം കൂടി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വല്ലാത്ത വിഷമമായി. കാരണം അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ബാച്ച് ആണെങ്കിലും ഹയർ സെമിനാറിലേക്ക് പോവും. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ, ഒരു വിഷമസന്ധിയിലായി. അപ്പോൾ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള 1-2 അച്ഛന്മാരുടെ അടുത്തൊക്കെ പോയി അവരുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും നിൻ്റെ ഉള്ളിലെ ആഗ്രഹം നല്ലതാണ്, വൈദികനാകണം എന്ന് ആഗ്രഹം നല്ലതാണ്. പക്ഷേ വീണ്ടും ഇങ്ങനൊരു ഡിമാൻഡ് വരുമ്പോൾ, ഇങ്ങനൊരു വിഷമം നിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും 1 വർഷം കൂടി നിൽക്കണോ, 10th കൂടി നിൽക്കണോ, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിസിഷൻ കുറച്ചുകൂടിയും പക്വമാകട്ടെ, ഒരു പക്വതയുള്ള തീരുമാനമായാൽ നിനക്കൊരു പക്ഷേ ഇങ്ങനത്തെ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം സെമിനാറിൽ ചേരാനായിട്ടുള്ള ഒരു ഉപദേശമൊക്കെ എനിക്കറിയാവുന്ന 1-2 അച്ഛന്മാർ നൽകി. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. അതായത് പിന്നീട് ആഗ്രഹം ശക്തമാകുന്നവരെ പുറത്ത് നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. അതിനുശേഷം പിന്നീട് വീണ്ടും സെമിനാരിയിലേക്ക് തിരികെ പോകാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗാർഡൻ സിറ്റി കോളേജിൽ നിന്നും ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക, +2ൻ്റെ മാർക്ക് വെച്ചിട്ട്. അങ്ങനെ ഗാർഡൻ സിറ്റി കോളേജിൽ ഫ്രീ ആയിട്ട് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാനായിട്ട് എനിക്കൊരവസരം ലഭിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ മറ്റൊരു ഗിഫ്റ്റായിരുന്നു. അങ്ങനെ ഗാർഡൻ സിറ്റി കോളേജ്, KR പുരം, ബാംഗ്ലൂർ BCA ഡിഗ്രി പഠനം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒത്തിരി സ്റ്റേറ്റുകളിൽ നിന്നും പുറത്തെ കൺട്രീസിൽ നിന്നും ഒക്കെ സ്റ്റുഡൻസ് വരുന്ന ഒരു കോളേജാണ് ഗാർഡൻ സിറ്റി കോളേജ്. അവിടെ 3 ഹോസ്റ്റലുകളായിട്ടായിരുന്നു 3 വർഷങ്ങൾ. പക്ഷേ എനിക്കുണ്ടായിരുന്നൊരു ഫീലിംഗ്, ഞാൻ എവിടെയൊക്കെ പോകുമ്പോഴായാലും അവിടെ ദൈവം വിടാതെ പിന്തുടരുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങൾ സെക്യുലറായി നിൽക്കാതെ കുറച്ച് റിലീജിയസ് അറ്റ്മോസ്ഫിയർ ദൈവം കൂട്ടുവാനായിട്ട് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായതുപോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഗാർഡൻ സിറ്റി കോളേജ് സെക്യുലർ കോളേജാണ്, പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഡോൺ ബോസ്കോ സലേഷ്യൻസിൻ്റെ സെമിനാരി, അതിനോടൊപ്പം തന്നെ അവിടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ തൊട്ടടുത്ത ഹോസ്റ്റലുകളായിരുന്നാലും ഞാൻ കുർബാനയ്ക്ക് പോവുക പതിവായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ സലേഷ്യൻസ് ഫാദേഴ്സിൻ്റെ അടുത്ത് സ്പിരിച്വൽ ഫാദേഴ്സായിട്ട് 1-2 പേരെ ഞാൻ സെലക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഈ ആഗ്രഹം ഞാൻ വീണ്ടും അവരൊക്കെ ആയിട്ട് പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവമായിട്ട് ചേർന്ന് നിൽക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ദൈവം എനിക്ക് ഒരുക്കി തന്നിരുന്നു എന്ന് വേണം പറയാൻ. ആ ഒരു 3 വർഷത്തെ പഠനം കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സെക്യുലർ ഹോസ്റ്റലായിരുന്നു, സെക്യുലർ കോളേജായിരുന്നു. എന്നിട്ടും അതായിരിക്കാം ഒരു പക്ഷേ വീണ്ടും ഈ ആഗ്രഹം കളഞ്ഞു പോകാതെ ആ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കാനായിട്ട് എന്നെ സഹായിച്ചതും അത് തന്നെയായിരുന്നിരിക്കണം, ആ സാഹചര്യങ്ങളായിരുന്നിരിക്കണം. അപ്പോൾ ഡിഗ്രി പഠനം കഴിയുന്ന സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴും എൻ്റെ ആഗ്രഹം ഉടനെ തന്നെ സെമിനാരി ചേരണമെന്നൊരാഗ്രഹമായിരുന്നു. അങ്ങനെ തിരിച്ചു വീട്ടിലെത്തി വീണ്ടും സെമിനാരി ചേരാനുള്ള ആഗ്രഹങ്ങൾ പറയുകയും അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് എൻ്റെ പപ്പ മനസ്സിലാക്കുന്നത്, ഇവൻ സീരിയസ് ആയിട്ടാണല്ലോ അത് പറയുന്നത്. അതായത് വീണ്ടും ഇവൻ സെമിനാരി
ചേരാനായിട്ട് മുതിരുകയാണ് എന്ന് മനസ്സിലാക്കിയ ആ ദിവസം രാത്രി ഞങ്ങളിങ്ങനെ ഭക്ഷണത്തിലിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പപ്പ എന്നോട് ചോദിച്ചു, നീ ഇനി വീണ്ടും സെമിനാരി പോകാൻ മുതിരുകയാണോ? തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം പണ്ട് മുതലുള്ള ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ പപ്പ കുറച്ചിങ്ങനെ ചിന്തിച്ചിരുന്നതിന് ശേഷം പപ്പ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, കാര്യമൊക്കെ ശരി, നിൻ്റെ ആഗ്രഹം നീ നടത്തിക്കോ, പക്ഷെ വേറൊരു കാര്യം കൂടി നീ ആലോചിക്കണം. നീ 3 വർഷം മുമ്പ് നീ സ്കോളർഷിപ്പ് വാങ്ങി ഗാർഡൻ സിറ്റി കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും സ്കോളർഷിപ്പ് നിനക്ക് നൽകിയ വ്യക്തി ഡോക്ടർ വി.ജി. ജോസഫ് സാറിൻ്റെ ഒരു ആഗ്രഹം ഒരു കുടുംബത്തെയെങ്കിലും രക്ഷിക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ആ കുടുംബത്തിലൊരു കുട്ടിക്ക് സ്കോളർഷിപ്പിലൂടെ പഠിക്കാനായിട്ടൊരു അവസരം ഒരുക്കിയത്. അപ്പോൾ നിനക്ക് ഈ ആഗ്രഹം പണ്ട് മുതലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ സ്കോളർഷിപ്പ് വാങ്ങി ഏതെങ്കിലും ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട ആ ഒരു നല്ല കാര്യം കൂടി നീ തട്ടിയെടുത്തത്? അങ്ങനെയാണ് നിനക്കത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിനോട് നീ ഉത്തരം പറഞ്ഞിട്ട് വേണം പോകാൻ എന്നുള്ള രീതിയിൽ പപ്പ സംസാരിച്ചു. അപ്പോൾ അതിനു മുമ്പിൽ എനിക്ക് കാര്യമായിട്ടൊരു ഉത്തരവൊന്നും പറയാനില്ലായിരുന്നു. കാരണം സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഞാനത് വാങ്ങി, ഞാനത് സ്വീകരിച്ച്, ഞാൻ പഠിച്ചു. ഇന്നിപ്പോൾ ഈ കുടുംബത്തെയെങ്കിലും കരകയറ്റാനായിട്ടുള്ളൊരു കെൽപ്പ് എനിക്കുണ്ട്. പക്ഷേ വീണ്ടും ഞാൻ സെമിനാരി ചേരാമെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു മോറൽ ഒരു ഇഷ്യൂ ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പച്ചൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം അങ്ങനെയായിരുന്നല്ലോ, ഒരു ബുദ്ധിമുട്ട് സാഹചര്യങ്ങളായിരുന്നല്ലോ. അപ്പം മക്കളെ അറിയിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ചേട്ടനെങ്ങനെയാണെന്ന് വെച്ചാൽ പഠിപ്പുണ്ടെങ്കിലും ജോലി നല്ലത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമത കാര്യം എല്ലായിടത്തും ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഒരു വിഷമത ഉണ്ടായി. ഇപ്പോൾ ചേട്ടനൊപ്പം പഠിച്ചവരൊക്കെ ഇന്ന് വലിയ ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒരു വിഷമത ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കളെ അറിയിച്ച് വരുമ്പോൾ ഒരു ജോലിക്ക് കിട്ടി, ഞങ്ങളുടെ കുടുംബത്തിൽ ഇതൊക്കെ കിട്ടും എന്നുള്ളൊരു ആശയിൽ നടന്നപ്പോഴാണ് ഇങ്ങനെ വന്നപ്പോൾ ഒരു വിഷമത വന്നാൽ പുള്ളിക്കാരന് തടസ്സം ഉണ്ടായത്. പിന്നെ ഇപ്പോൾ അധികം സന്തോഷത്തിൽ തന്നെയാണ് അച്ഛനായാൽ. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയ്ക്ക് ഉള്ളിൽ എൻ്റെ ഒരു കസിൻ കൊറ്റമം മലയാറ്റൂടുള്ളൊരു കസിൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, എറണാകുളത്ത് ഒരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. എക്സഞ്ചർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. BSc കമ്പ്യൂട്ടേഴ്സ് ഫ്രഷായിട്ട് കഴിഞ്ഞവർക്കുള്ള ഇൻ്റർവ്യൂ ആണ്, ഫ്രഷേഴ്സിനുള്ള ഇൻ്റർവ്യൂ ആണ്. തീർച്ചയായിട്ടും നീ അറ്റൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ മനസ്സോടെ ഞാൻ ഒരുങ്ങി. മമ്മി എനിക്ക് വണ്ടിക്കൂലി ഒരു 50 രൂപയോ മറ്റോ തന്നു. ഞാനങ്ങനെ എറണാകുളത്തേക്ക് ബസ് പിടിച്ച് എറണാകുളത്തെത്തി. ഇൻ്റർവ്യൂ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഹാളായിരുന്നു അത്. ആ വലിയ ഹാളിൽ എനിക്ക് തോന്നുന്നു ഒരു 250ഓളം കുട്ടികളുണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കന്മാരുണ്ടായിരുന്നു, അവർ കൊണ്ടുവന്നവരുണ്ടായിരുന്നു. പലരുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു ചേട്ടനെ ഞാൻ അവിടെ കൂടുതലായിട്ട് പരിചയപ്പെടാണ്, ഫ്രാൻസിസ്. അപ്പോൾ ചേട്ടൻ്റെ മകളെ അങ്ങനെ എക്സാം എഴുതാനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഫ്രാൻസിനായിട്ട് കൂടുതൽ സംസാരിച്ചു. അപ്പോൾ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വരാണ് ഹാളിലേക്ക്. എക്സാം എഴുതാനായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നവർ മാത്രം, 100 രൂപ ഫീസ് അടച്ചവർ മാത്രം ഹാളിലിരിക്കുക. അവരുടെ കൂടെ വന്നിരിക്കുന്ന മാതാപിതാക്കന്മാരും റിലേറ്റീവ്സ് എല്ലാവരും ഹാളിന് പുറത്തേക്ക് പോകാൻ നമ്മൾ ഇൻ്റർവ്യൂ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഈ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ കയ്യിൽ 100 രൂപ ഇല്ല ഫീസ് അടയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ മുമ്പിൽ ഫ്രാൻസേട്ടനുണ്ട്. ഞാൻ ഫ്രാൻസേട്ടനോട് പറഞ്ഞു, ഫ്രാൻസേട്ടൻ ഞാൻ പോവാണ്, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രാൻസേട്ടൻ ഞാൻ നീ പോകുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫീസ് അടയ്ക്കാനായിട്ടുള്ള 100 രൂപ ഇല്ല. അപ്പോൾ ഫ്രാൻസേട്ടൻ പറഞ്ഞു, അത് നീ കാര്യമാക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിനക്ക് വേണ്ടി പേ ചെയ്യാം, നീ പിന്നീട് എനിക്കത് റീപേ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഫ്രാൻസേട്ടൻ്റെ നിർബന്ധം മൂലം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. അവിടെ എനിക്ക് വേണ്ടി പേ ചെയ്തു. അങ്ങനെ ആദ്യം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ നീളുന്ന ഒരു റിട്ടൺ ടെസ്റ്റാണത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ഞങ്ങളെല്ലാവരും എഴുതി. ടെസ്റ്റ് എഴുതി എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിന് ശേഷം അവർ ആ റിസൾട്ട് അവിടെ തന്നെ ഹാളിൽ തന്നെ അവർ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പേര് വന്നു. എനിക്കൊത്തിരി സന്തോഷമായി, ഫ്രാൻസേട്ടന് സന്തോഷമായി. സാർ 50 പേരെ പേര് വിളിച്ചു, പക്ഷെ എന്നാലും ഫ്രാൻസേട്ടൻ്റെ മകളുടെ പേരുണ്ടായില്ല. ഫ്രാൻസേട്ടന് വിഷമമായി. പക്ഷെ എന്നാലും ഫ്രാൻസേട്ടനൊരു സന്തോഷം. ഫ്രാൻസേട്ടൻ പൈസ തന്ന് എനിക്ക് ആ ഇൻ്റർവ്യൂ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം ഫ്രാൻസേട്ടനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എന്നിട്ട് അതിന് ശേഷം ഫ്രാൻസേട്ടന് 100 രൂപ എനിക്കത് മണി ഓർഡറായിട്ട് തിരിച്ച് അയച്ചു കൊടുത്തു. അന്ന് അവർ അവിടെ നടത്തിയ ആ ടെസ്റ്റിൽ, ആ ഇൻ്റർവ്യൂവിൽ നിന്ന് അവസാനം 3 പേരെയാണ് അവർ സെലക്ട് ചെയ്യുക. അങ്ങനെ ആ 3 പേരിൽ ഒരാളായിട്ട് ദൈവം കടന്നു വരാനായിട്ട് എന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു.
അങ്ങനെ ആ ജോലി എനിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് വീണ്ടും വണ്ടി കയറിയാണ്. അവിടെ എക്സ്ചേഞ്ച് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഞാൻ ജോലി ആരംഭിച്ചു. 2005 മുതൽ 2007 വരെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് വീണ്ടും ഞാൻ ദൈവമായിട്ട് കൂടുതൽ അടുക്കുന്നത് പോലെ എനിക്ക്. അങ്ങനെ മുമ്പോട്ട് പോകണം. അപ്പോൾ എൻ്റെ ഉള്ളിലെ ചില ചിന്തകൾ, തീർച്ചയായിട്ടും ദൈവം എനിക്ക് ജോലി നൽകി. എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടനപ്പോൾ MSc മൈക്രോബയോളജി കഴിഞ്ഞ് ജോലിയില്ലാതെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ചേട്ടനെ ബാംഗ്ലൂർക്ക് കൊണ്ടുവന്നു, എൻ്റെ ഒപ്പം താമസിപ്പിച്ചു. അങ്ങനെ ചേട്ടൻ ജോലിക്കായിട്ടൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ഈ എംപ്റ്റിനെസ് കൂടുതൽ ശക്തമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും ജോലി രാജിവെക്കണം, ദൈവത്തിൻ്റെ പിന്നാലെ പോകണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ശക്തമായൊരു ഫീലിംഗ് കൂടുതൽ ഉണ്ടാകുന്നൊരു സമയം കൂടിയായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ്, ധ്യാന കേന്ദ്രത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അവിടെ അപ്പുറത്ത് റിലീജിയസ് ഫോർമേഷൻ, വൈദികരായിട്ട് ഫോർമേഷൻ ലഭിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഒക്കെയുണ്ട്. സെമിനാരീസ് ഉണ്ട് അവിടെ, ധർമാരാമിലുണ്ട്. ഞങ്ങൾക്ക് ജോലി 3 ഷിഫ്റ്റുകളായിട്ടായിരുന്നു. മോർണിംഗ് ഷിഫ്റ്റുണ്ട്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റുണ്ട്, നൈറ്റ് ഷിഫ്റ്റുണ്ട്. അപ്പോൾ ഏത് ഷിഫ്റ്റാണെങ്കിലും കുറച്ച് സമയം 1 മണിക്കൂറെങ്കിലും ആരാധനയുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിയുമ്പോൾ ഏകദേശം 9 മണി 10 മണിയൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോഴും തീർച്ചയായിട്ടും 1 മണിക്കൂറെങ്കിലും നിത്യാരാധനാ കേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിനോട് എനിക്കറിയാം, തീർച്ചയായിട്ടും ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഡിമാൻഡുകളൊന്നും വെക്കാൻ പാടില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ ഡിമാൻഡുകൾ വെച്ച് പോകും. അത് നമ്മുടെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുക. ദൈവം നിൻ്റെ പിന്നാലെ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചില ഡിമാൻഡുകൾ നീ അംഗീകരിക്കും. എൻ്റെ ചേട്ടന് നീ ഒരു ജോലി കൊടുക്കും. കാരണം എൻ്റെ കുടുംബത്തെ അനാഥമാക്കിയിട്ട് പോകാനായിട്ട് എനിക്ക് ചേട്ടന് നീ ഒരു ജോലി കൊടുക്കണം. പകരം അതോടൊപ്പം തന്നെ നീ എന്നെ വിളിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ശക്തമായൊരു ജീവിത അനുഭവം നീ എനിക്ക് നൽകണം. അങ്ങനെ 1, 2, 3 ഡിമാൻഡുകളൊക്കെ ഞാനിങ്ങനെ വെക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റോയ് പാലാട്ടി എന്ന് പറയുന്ന CMIയിലെ ഒരു വൈദികനായിട്ട് പരിചയപ്പെടുക. അപ്പോൾ വൈദികനായിട്ട് പരിചയപ്പെടുന്നു. ആൾ കറുകുറ്റിക്കാരനാണ്. എൻ്റെ വീട് കരയാമ്പറമ്പാണ്. അപ്പോൾ ഞങ്ങൾ അയൽവക്കമാണ്. അപ്പോൾ കൂടുതൽ ഞങ്ങൾ അടുത്തു. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അത് വളർന്നു. അതോടൊപ്പം തന്നെ ആൾ എനിക്ക് തോന്നുന്നു MCOM ഒക്കെ കഴിഞ്ഞ് ദൈവവിളി സ്വീകരിച്ച വൈദികനാണ്. അപ്പോൾ ഏറെക്കുറെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ എൻ്റെ ഈ ആഗ്രഹം, അച്ഛനാകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഞാൻ ആളുമായിട്ട് പങ്കുവെച്ചു. പിന്നെ പതിയെ ആൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ആൾ നിരന്തരമായിട്ട് ആളുടെ അഡ്വൈസുകൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മറ്റൊരു സമ്മാനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരിക. എൻ്റെ ചേട്ടന് ഒരു ജോലി ലഭിക്കുകയാണ്. ബയോകോൺ എന്ന് പറയുന്ന കമ്പനിയിൽ ക്വാളിറ്റി ഡിവിഷനിൽ ചേട്ടന് ജോലി ലഭിക്കും. നല്ലൊരു ജോലിയായിരുന്നു അത്. അപ്പോൾ ഞാൻ വെച്ച ഡിമാൻഡുകളൊന്ന് ദൈവം സാധിച്ചു തന്നു. അപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം ശക്തമായി തുടങ്ങി. അച്ഛനാകണം. ദൈവത്തിൻ്റെ സ്നേഹം തെളിയിക്കാനായിട്ട് തുടങ്ങി. ഇനി എൻ്റെ സ്നേഹമാണ് ഞാൻ തെളിയിക്കേണ്ടത് എന്നുള്ള ചിന്ത ഇങ്ങനെ കൂടി വരുന്ന സമയം. അപ്പോൾ അങ്ങനെ റോയിച്ചനായിട്ട് സംസാരിച്ച് റോയിച്ചിൻ്റെ അഡ്വൈസൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും റോയിച്ചൻ CMI വൈദികനാണ്. അപ്പോൾ വൈദികനാകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ റോയിച്ചൻ CMIയിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് അദ്ദേഹം മുൻകൈ എടുത്തു. അങ്ങനെ ജോലി രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ ആ നിമിഷങ്ങളിൽ കടന്നു വരിക. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവമേ ഇനി ഇപ്പോൾ ജോലിയുണ്ട്, സ്വന്തം കാലം നിൽക്കാൻ കെൽപ്പുണ്ട്. പക്ഷേ ജോലി രാജിവെച്ച് ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുത്ത്, കാരണം പലരും ഒത്തിരി പേര് എനിക്കെതിരാകും. കാരണം എൻ്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തൊരു കുടുംബമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ജോലി രാജിവെച്ചൊക്കെ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്നും റിലേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നീ എനിക്ക് ശക്തമായൊരു ജീവിത അനുഭവം തരണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം. അപ്പോൾ ഷിഫ്റ്റുകളായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നൈറ്റ് ഷിഫ്റ്റിലൊക്കെ നമ്മൾ ഒത്തിരി വൈകി തീർക്കേണ്ടി വരും, നമ്മുടെ ജോലി തീർക്കേണ്ടി വരും. അപ്പോൾ 9 മണിക്കാണ് ക്യാബ് പോവുക, നോർമൽ ക്യാബ്. അപ്പോൾ 9 മണിക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാൻ നമുക്ക് ക്യാബിനോടൊപ്പം പോകാം. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടി ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വണ്ടികളിലൊക്കെ പോകണം. അപ്പോൾ അന്ന് 9 മണിക്ക് തീരേണ്ട ജോലി 11 മണിയായിട്ടും തീർന്നില്ല. ഏകദേശം 11:30 ആയി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടി തിരിച്ച് ബൈക്കിൽ പോരുകയാണ്. അപ്പോൾ ഞാൻ എക്കോ സ്പേസിലാണ് ജോലി ചെയ്തിരുന്നത്, ബെല്ലന്തൂർ വില്ലേജിൽ.
അങ്ങനെ ബെലന്തൂർ വില്ലേജിൽ അക്സെഞ്ചറിൻ്റെ ആ ക്യാമ്പസിൽ നിന്നും ഞങ്ങൾ ബൈക്കിന് തിരിച്ച് മറ്റേ ഡയറി സർക്കിളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സർജാപ്പൂർ റോഡിൻ്റെ അവിടെ ഒരു സിഗ്നലുണ്ട്. അതായത് എക്കോ സ്പേസിൻ്റെ മുമ്പിൽ, ഞങ്ങളുടെ കമ്പനിയുടെ മുമ്പിൽ നിന്ന് വരുന്ന മെയിൻ റോഡ് മടിവാള സൈഡിലേക്ക് പോകുന്നതിന് ഒരു സിഗ്നൽ വരും. അപ്പോൾ ഞങ്ങൾ വരുന്ന ആ മെയിൻ റോഡിന് പാരലായിട്ട് വേറൊരു റോഡ് കൂടി വരുന്നുണ്ട് ആ സൈഡിൽ നിന്നും. അപ്പോൾ ഈ രണ്ട് റോഡുകളിൽ ഞങ്ങളുടെ റോഡിനും പാരലായിട്ട് വരുന്ന ആ റോഡും ഒന്നിച്ച് ഒറ്റ റോഡായിട്ട് മാറുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു സിഗ്നലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രി 11:30 ആയതുകൊണ്ട് രജനീഷ് ഒരല്പം കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നല്ല സ്പീഡുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സിഗ്നലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രജനീഷ് ലെഫ്റ്റ് സൈഡിലുള്ള പാരലായിട്ട് വരുന്ന ആ റോട്ടിലേക്ക് അധികം ശ്രദ്ധിക്കാതെ, രാത്രി ആയതുകൊണ്ടാകണം, നല്ല സ്പീഡിൽ ബൈക്ക് സിഗ്നലിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്യുന്നത് പാരലായിട്ട് വരുന്ന ആ റോഡിൽ നിന്നും ഒരു ഇൻഡിക്ക കാറ് വളരെ വേഗതയിൽ നല്ല സ്പീഡിൽ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇങ്ങനെ സിഗ്നലിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ അപ്പോൾ ഈ കാറ് വരുന്നത് കണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഓളിയിട്ടു. ഇൻഡിക്ക കാറെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രജനീഷ് അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച പാടെ ആൾ ബൈക്കൊന്ന് ടേൺ ചെയ്തപ്പോൾ സ്കിഡായി. അപ്പോൾ ബൈക്ക് സ്കിഡായിട്ട് അങ്ങനെ തെന്നി റോട്ടിലോട്ട് പോയി. ഞാൻ ബാക്കിൽ നിന്ന് തെറിച്ച് വീണത് സിഗ്നലിൻ്റെ നേരെ താഴെയാണ്. അങ്ങനെ വീണ് കിടക്കുമ്പോൾ തൊട്ട് അപ്പുറത്തെ റോഡിൽ നിന്ന്, അതായത് ഈ രണ്ട് റോഡുകളും ചേർന്ന് ഒരൊറ്റ റോഡാകുന്ന ആ റോഡിൽ നിന്നും എതിർദിശയിൽ നിന്ന് ഒരു ലോറി, ലൈലാൻഡ് ലോറി വന്നു. ഏകദേശം ഞാൻ വീണ് കിടക്കുമ്പോൾ എൻ്റെ ദേഹത്ത് കയറിയില്ല എന്നുള്ള രീതിയിൽ ഡ്രൈവർ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാനങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്കറിയില്ല, ഞാൻ സ്വരം കേട്ടു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ശക്തമായൊരു തോന്നൽ. അപ്പോൾ ഇത്രയേറെ പരിപാലിച്ച് സ്നേഹിച്ച് നിന്നെ കൊണ്ട് കിടക്കുന്ന എനിക്ക് നിനക്ക് നിന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് ഇനിയും എന്തിനു നീ വൈകുന്നു എന്നുള്ളൊരു ചോദ്യം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് വരുന്നത് പോലെ എനിക്ക് അവിടെ ആ കിടക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫീലാവും. പിറ്റേ ദിവസം കാലത്ത് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഞാൻ ഈ സംഭവം പറഞ്ഞു. എന്നിട്ട് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ഇതേ ഇത്രയൊക്കെയുള്ള ജീവിതം ഞാനത് തമ്പുരാന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അന്ന് മമ്മി സൈലൻ്റായിരുന്നു. ഒന്നും എന്നോട് തിരിച്ചിങ്ങോട്ട് പറഞ്ഞില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനുള്ളിൽ ഞാൻ തീരുമാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഷെൻസ്റ്റാഡ് സഭയിൽ 2007 ജൂൺ 27 ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. തീർച്ചയായിട്ടും വേറൊരു കാര്യം ഞാൻ ഓർക്കുക, അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ 10th കഴിഞ്ഞ് അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വിഷമമായി, ബാച്ച് നഷ്ടപ്പെടും. പക്ഷേ ഇന്ന് ഡിഗ്രി കഴിഞ്ഞ് MCA, അതായത് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MCA ഡിസ്റ്റൻ്റായിട്ട് എടുത്തിരുന്നു. MCA കഴിഞ്ഞ് 2 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തതിന് ശേഷം വീണ്ടും സെമിനാറിലോട്ട് വരുമ്പോൾ അന്ന് എനിക്ക് ആ ഒരു ദുഃഖം എന്നെ അലട്ടിയിരുന്നില്ല. വീണ്ടും 10 കഴിഞ്ഞ് വരുന്നവർ കുട്ടികളുടെ കൂടെ നിൽക്കണം, വീണ്ടും 1 വർഷം സ്പെൻഡ് ചെയ്യണം, ആ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം അതിന് മീതെയായിരുന്നു എൻ്റെ ആഗ്രഹം. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും ഒത്തിരി പേർക്ക് ഇത് വലിയ പ്രചോദനമായിട്ട് മാറുന്നുണ്ട്. വിശേഷിച്ചും ഈ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലൂടെ പല പ്രൊഫഷണൽ മേഖലകളിൽ എത്തിച്ചേർന്നതിന് ശേഷവും ഉള്ളിൻ്റെ ഉള്ളിൽ പൗരോഹിത്യത്തോടും സന്യാസത്തോടുമൊക്കെ വല്ലാത്തൊരു അഭിനിവേശവും ആഗ്രഹവും സൂക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. പല കാരണങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകളാകാം, അല്ലെങ്കിൽ മറ്റ് അവരുടെ തന്നെ ഒരു ആത്മവിശ്വാസ കുറവാകാം, പല കാരണങ്ങൾ കൊണ്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെയുള്ള വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഈ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരുപാട് വെളിച്ചവും തെളിച്ചവും നൽകട്ടെ, ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ അവർക്ക് ഒരു പ്രചോദനം നൽകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഇത്രയും സമയം ഷെഖേന ടെലിവിഷനു വേണ്ടി, ഷെഖേന പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛൻ്റെ ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അച്ഛൻ എന്നും സാധിക്കട്ടെ, എന്നും ഒരു നല്ല പുരോഹിതനായിരിക്കാൻ സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു അച്ഛൻ. താങ്ക് യു.